നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പുവർ ടു റിച്ച്, പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരനാകാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സ്പ്ലെൻഡറാണ് ഗൈസ്. പിന്നെ ഈ ചാനലിലെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ആളുടെ അടുത്ത് ചോദിച്ചു നോക്കാം വലിയ ജോലി ഉണ്ടെന്ന്. ചോദിച്ചാൽ ചിലപ്പോൾ ജോലികളും തന്നാലേ നന്നായിരിക്കും. ചേട്ടാ ഈ ട്രെയിൻ ഓട്ടിക്കാൻ വല്ല ജോലി വല്ലതും ഉണ്ടോ? എന്താടാ, ജോലിയൊന്നും ഇല്ല, നീ പോയെ. മനുഷ്യന് തന്നെ ജോലിയില്ല. പിന്നെ അയാൾ പറയുക അയാൾക്ക് പോലും ജോലിയില്ല. എന്തായാലും ഇവിടെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരു സ്ഥലം ദാണ്ടേ, ഇന്ത്യൻ ഓയിൽ. ആളെവിടെ ഇടാ, ആളെവിടെ? ഗൈസ്, ഇവിടെ ആളെ കാണുന്നില്ല. എല്ലാവരും ജോലിക്ക് കയറുകയില്ല, പകരം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് നടക്കുന്നതാണ് എപ്പോഴും ഉള്ളത്. ഞാൻ ഇവിടെ നിന്ന് ചുറ്റി നോക്കാം. ദോയിക്കുന്നറാ, അയാളെന്ത് പെണ്ണുങ്ങളെ വായി നോക്കാൻ പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ വെള്ളം ഉടുപ്പിട്ട ആളാണ് ഇവിടെ മറ്റേ റെയിൽവേ പെട്രോൾ പമ്പിൻ്റെ. ചേട്ടാ, ഈ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ എന്തെങ്കിലും ജോലിയുണ്ടോ ചേട്ടാ? എന്തുവാടാ, പോടാ, ഇവിടെ ജോലിയൊന്നുമില്ല. ഇവിടെ ജോലിക്ക് ആൾക്കാരെല്ലാം ഉണ്ട്. പോടാ, നീ പോടാ. ഗൈസ്, എല്ലായിടത്തു നിന്നും ആക്ഷേപം, ഒരാൾ പോലും ജോലി വരുന്നില്ല. ഇനി എവിടെ ചോദിക്കും? ഞാകെ ഉണ്ടെന്ന് നിന്ന് കൺസ്ട്രക്ഷൻ ഏരിയ, അല്ലതൊന്നും ഇല്ല. അല്ല ഗൈസ്, എയർപോർട്ട് ഉണ്ടല്ലോ. നമുക്ക് എയർപോർട്ടിൽ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ജോലി എടുത്തിരിക്കും. ഇതിൻ്റെ ആളും പുറത്തായിരിക്കും, എല്ലാത്തിൻ്റെ ആളും പുറത്തായി. എങ്ങാനും ചില ദിവസം ഇതിൻ്റെ മുതലാളി താണ്ടായിരിക്കുന്നു. പക്ഷെ ഇതിൻ്റെ മുതലാളി ചേച്ചിയാണ്. നമുക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു നോക്കാം. ചേച്ചി, ഇവിടെ എയർപോർട്ടിൽ വല്ല ജോലി വല്ലതും ഉണ്ടോ എനിക്ക് പറ്റിയ? ജോലി ഉണ്ട് മോനെ. ഇവിടെ ഒരു എയറോപ്ലെയിൻ ഓട്ടിക്കാൻ അവിടെ ഒരു മഞ്ഞ എയറോപ്ലെയിൻ ഉണ്ട്. അത് ഓട്ടിക്കാൻ ആരുമില്ല. മോനത് ഓട്ടിക്കാവോ? ചേച്ചി, എന്ത് ജോലിയായാലും ഞാൻ ചെയ്യും. അപ്പോൾ എന്നോട്ടാ ചേച്ചി വരണ്ടെന്ന്? ചേച്ചി ഇതോ ഓടിപ്പോന്നു. ഇന്നോട്ട് മോനെ, ഇന്നോട്ട് പണിയെടുക്കണേ. ചേച്ചി പറയുന്നത് ഇന്നോട്ട് പണി നടക്കണം. സാലറി എത്രയാണെന്ന് ചോദിക്കാൻ. ചേച്ചി, സാലറി എത്ര ചേച്ചി? കാരണം ഓട്ടിക്കുന്നതിന് മോനെ അതൊരു 5000 രൂപ ഞാൻ ഒരു ദിവസം തരും. എന്നാൽ ശരി ചേച്ചി, ഞാൻ ഇപ്പം തന്നെ ജോലി ഇറങ്ങാം. അപ്പോൾ 5000 രൂപയൊക്കെ തരുമെന്ന് മതി. എനിക്ക് തോന്നുന്നു ഈ മഞ്ഞ എയറോപ്ലെയിൻ ആയിരിക്കും. നമുക്ക് ഓട്ടിക്കാം. ഇവിടെ പാർക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഗൈസ്, എന്തായാലും ആ ചേച്ചി ഭയങ്കര പാവമാണ്. ബാക്കിയെല്ലാം ആണുങ്ങളായാലും
അതിൻ്റെ ആയിരിക്കും. നമുക്കെന്തായാലും എയ്റോപ്ലെയിൻ എടുക്കുന്ന പറക്കുന്നു. എയ്റോപ്ലെയിന് ഭയങ്കര സൗണ്ട് കേട്ടോ, ഒരുമാതിരി സൗണ്ട്. അയ്യോ അയ്യോ, ഇതിൻ്റെ കൺട്രോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കൺട്രോൾ ഇച്ചിരി പാടാണ്. പ്രാവശ്യമാവരുത്. ചാടിച്ചു അത് പൊട്ടിത്തെറിച്ച് പണി പാളിയല്ലേ. അയ്യോ, നമ്മളെങ്ങനെ അതുപോലെ എയ്റോപ്ലെയിനും പൊട്ടിത്തെറിച്ച്. പറ്റാത്ത പണിക്കൊന്നും പോണ്ടായിരുന്നു. ഇപ്പം ഇനി എന്തോ ചെയ്യും? എയ്റോപ്ലെയിനും കൊണ്ടല്ലാതെ നമ്മളെങ്ങനെ കയറും ഗൈസ്? നമ്മുടെ ബൈക്ക് എടുക്കാൻ ആകെ ഉള്ളൊരു ബൈക്കേ ഉള്ളത്. നമ്മുടെ കയ്യിലൊരു പൈസ പോലും ഇല്ല. പെട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കാനല്ലാതെ. നമുക്കൊരു ആരുടെയെങ്കിലും ഒരു വണ്ടി അങ്ങ് ഓടിക്കൊണ്ട് പോവാം. എന്നിട്ട് ഈ വണ്ടി എടുക്കാം. അത് ലംബോർഗിനിയാണ്. അതും ചിലപ്പോൾ എടുത്ത പോലീസ്. ഇത് കോയിനസ്, ലംബോർഗിനി കോയിനസ്. അയാളെ ചവിട്ടിയിട്ട് എന്തായാലും പെട്ടെന്ന് സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ പോലീസുകാർ ഉടനെ പറന്നു വരും. റോഡിൽ കൂടെ പോയാൽ പോലീസ് വരും. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് പിടിച്ചങ്ങ് പോവാം. പുറത്ത് വിട്ടോ പോലീസൊന്നും വന്നിട്ടില്ല. ഒരു കാര്യം, നമുക്ക് അതുവഴി പോയാൽ ചിലപ്പോൾ ആ ചേച്ചി കാണും. ഈ വണ്ടിയാണെങ്കിൽ ഒരുമാതിരി കൺട്രോളും ഇല്ലല്ലോ. കാട്ട വണ്ടി എന്തേലും തനിയെ എൻ്റെ ഡോറൊക്കെ തെറിച്ചു പോകുന്നു. എന്ത് സംഭവം എന്നൊന്നും അറിയത്തില്ല. കണ്ട നമ്മുടെ വണ്ടിയൊക്കെ മറിഞ്ഞടകൊണ്ട് അത് പറത്തിട്ട് പോവാ. ഇത് നമ്മുടെ വണ്ടിയല്ല, വേറെ ആരുടെ വണ്ടി. പോർഷനിലായിട്ട നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത്. അപ്പം ഇതുവഴിയല്ല കയറാൻ. ഇടിക്കുന്നതല്ലാതെ ഒരു രക്ഷയില്ല. പെട്ട് ഇവിടെയാണ് പോലീസ് സ്റ്റേഷൻ. ഞാൻ എങ്ങാനും കണ്ടാ പെട്ട്. പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലൊന്നും ആളില്ലല്ലേ. നമ്മളോടാണോ കളി? സോറി ചേച്ചി. അമ്മേ വേറെ വീടറേ. ഇതെന്തായാലും ഒരു പടം. ഗായ്സ്, എന്തുവാടേ ഇത്? ഗായ്സ്, എൻ്റെ പൊന്നെ, അവിടെ കിടക്കുന്ന മൊത്തം ഗോൾഡൻ കാറ്, നിസാൻ GTR. എൻ്റെ പൊന്നടാവേ, നിറങ്ങേ എന്നത് കാണട്ടെ. എടാ, നിസാൻ GTR ഒക്കെ നല്ലിത് പൊളി. ഔഡി, ഫോർഡ് മസ്റ്റാങ്, സൂപ്പർ, ഫെറാറി, നിസാൻ GTR. അതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ടല്ലേ. ഇതിൻ്റെ അകത്ത് ആളുണ്ടെങ്കിൽ പെട്ട്. ഒരു KTM RC ഇരിപ്പുണ്ട്. പിന്നെ ഇതൊരു ഏതാ വണ്ടി എനിക്കറിയത്തില്ല. പിന്നെ ഒരു ഇത് കാവസാക്കി നിഞ്ച. ഇവിടെ KTM ഇത് RGB കേട്ടോ. ഇവന്മാരെയൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. ഇതൊന്നും നമുക്ക് കിട്ടത്തില്ല വയസ്സ്.
ഗൈസ് ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് വണ്ടി അടിച്ചു മാറ്റാം. എന്നിട്ട് നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടിട്ട് വിൽക്കാം. അങ്ങനെയാണ് ഗൈസ്. അത് ഈ വീട്ടിൻ്റെ അകത്ത് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇതിൻ്റെ അകത്ത് ആരുമില്ല. ഇതിൻ്റെ അകത്ത് ആരുമില്ല. പെതുക്കെ എന്തോ ഒരു സൗണ്ട് കേട്ടത്. ഇതിൻ്റെ അകത്ത് ആരുമില്ല. ദൈവമേ, ഭാഗ്യം. നമുക്ക് ഭാഗ്യം. ഓടിച്ചെന്ന് നമുക്ക് വണ്ടി എടുത്ത് എല്ലാ വണ്ടിയും എടുത്ത് ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ട് വിട്ടാം. അതപ്പോൾ സ്പ്ലെൻഡറൊന്നും വേണ്ട. നമുക്ക് ചിലപ്പോൾ കോടീശ്വരനായ ഇതിൽ കൂടെ പറ്റും. വണ്ടിയിട് പെട്ടെന്ന് ഇട്. ഇത് ഓടിയൊക്കെ അതും ഗോൾഡൻ കാറൊക്കെ അവന്മാർ തുറന്നിട്ടിട്ട് പോയി പൊട്ടന്മാർ. സ്ക്രാച്ച് ആവല്ലേ. സ്ക്രാച്ച് ആയാൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വണ്ടി ഇതാ കിടക്കണേ. ഇപ്പം ബ്ലാക്ക് ഇവിടെ കണ്ടായിരുന്നല്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് ഇറങ്ങാം. ഇനി അയാളെ വിളിച്ചു പോകാം നമുക്ക്. ജസ്റ്റ് നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ആ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് വണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടേക്ക്. ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടാൽ മതി. ഞാനിപ്പോൾ സ്ഥലത്തൊന്നുമില്ല. എന്തുവാ നമ്മുടെ കേരളത്തിലില്ല. ഗോൾഡാ. ഇവിടെ CCTV ഒന്നും കാണത്തില്ലല്ലേ നമ്മൾ. ഇവിടെ ആക്കിയങ്ങിടാം ഗൈസ്. ഇതാകുമ്പോൾ ഒരുത്തനും കണ്ടുപിടിക്കത്തില്ല. ഈ മതിൽ ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റും. ഒന്നും പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ വീണു. ഒരു കാര്യം പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട് ഗൈസ്. ഇവിടെ കിടന്നൊരു ഗൈസ്, ഈ ഫോർഡ് മസ്താങ് കുറച്ച് മുമ്പ് നമ്മൾ എയ്റോപ്ലെയിനിൽ കൊണ്ടുപോയ ആൾക്കാരും ഈ വണ്ടിയിലായിരുന്നു വന്നത്. അപ്പം അവരെ അങ്ങനെ വിട്ട് നമ്മളതിൽ നിന്ന് ചാടി ഇറങ്ങിയില്ല. അപ്പം അവർ ചത്ത്. അപ്പം ഇനി ഈ വണ്ടിയൊക്കെ നമുക്ക് സ്വന്തം. നമ്മൾ റിച്ചായി ഗൈസ്. റിച്ച്. എൻ്റെ മോളെ, അവിടെ പൈസ കഴിഞ്ഞ് വിളിച്ചു പൈസ തരാം. പൈസ നമുക്കൊരു 3 ലക്ഷത്തിന് 3 ലക്ഷം അതൊക്കെ കുറഞ്ഞ വിലയാണ്. നമുക്കൊരു 2-3 കോടി വിളിക്കാം. ഒരു 3 കോടിക്ക് ഉറപ്പിക്കുന്നു. ശരി. ഗൈസ്, 3 കോടി നമ്മുടെ അക്കൗണ്ടിലായി. ശരിയാ മോണേ. അപ്പം നമുക്ക് ഈ വീടിന് നമുക്ക് സ്വന്തം. ഞാൻ കുറേ നാളെ നീന്തിട്ടു. നമുക്കൊന്ന് നീന്തിയൊക്കെ ചെയ്യാം, എന്നിട്ട് കയറാം. അങ്ങനെ നമ്മൾ റിച്ചായി. നമുക്കിവിടെ ഡ്രസ്സും എല്ലാം ഉണ്ടെങ്കിലേ അവരുടെയൊക്കെ ഡ്രസ്സ് കാണും. നമുക്ക് ആ ഡ്രസ്സൊക്കെ എടുത്തങ്ങിടാം.
ഓ ഇതിലാണ് വെച്ചേക്കുന്നത്. മാസ്ക് ഒന്നും വേണ്ട, നമുക്കൊരു തൊപ്പിയും ഗ്ലാസും മതി എന്താ മോളെ. ഇനി നമ്മൾ റിച്ച് നമുക്ക് ടി വിയും മേളിൽ ജിമ്മും ലാപ്ടോപ്പും എ സിയും ഫാനും, നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം. ഫാനിടട്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇതിൽ കൂടെ എന്ത് ഓണാക്കുന്ന സംഭവം എന്ന് പറഞ്ഞ ഗൈസ്, ഈ വീട്ടിന് ഇതില്ല, സ്വിച്ചില്ല. പകരം ഈ പുള്ളിക്കാരൻ്റെ ഫോണാണിത്, എൻ്റെ ഫോണല്ല. എനിക്ക് ഫോൺ ഇല്ലായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എനിക്ക് ഫോണുണ്ട്, അത് വേറെ ഒരെണ്ണമാണ്. ഇതിൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. ഇയാളുടെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ ഫോണിൻ്റെ ഇപ്പം ഫാൻ ഓണെന്ന് അടിച്ചാൽ ഫാൻ ഓണായി. ഇതാണ് ഇതിലെ സംഭവം. ഈ കാര്യം ഞാൻ കുറേ നാൾക്ക് മുമ്പ് അറിഞ്ഞ. നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യണം. അപ്പോൾ ബൈ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.